ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം. ജീവൻ്റെ വചനം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ യേശു നമ്മളോട് സാക്ഷീകരിക്കുകയാണ്. യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. കർത്താവിൻ്റെ മാലാഖ അവനോട് സംസാരിച്ച പ്രകാരം അനുസരിച്ചു. അവൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. മനുഷ്യ ജീവിതത്തിൽ ലോക നിയമങ്ങളല്ല, മനുഷ്യ നിയമങ്ങളല്ല, മനുഷ്യ വികാരങ്ങളല്ല, മനുഷ്യ ചിന്തകളല്ല, സയൻസ് എന്ന് പറയുന്ന, ടെക്നോളജി എന്ന് പറയുന്ന പ്രവർത്തന മേഖലകൾ സാക്ഷീകരിക്കുന്ന നിയമങ്ങളല്ല മനുഷ്യനെ അനുഷ്ഠിക്കേണ്ടത്. സയൻസിനും ടെക്നോളജിക്കും മനുഷ്യ ചിന്തകൾക്കും മനുഷ്യ വികാരങ്ങൾക്കും ലോകഗതികൾക്കും അപ്പുറമായി അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവാം ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അനുസരിക്കേണ്ടത്. അതിൻ്റെ അനുസരണമാണ് യൗസേപ്പ് ഏറ്റെടുത്തത്. ലോകനിയമപ്രകാരം തന്നെ ഭാര്യ പുരുഷബന്ധം കൂടാതെ ഗർഭവതി എന്ന് കണ്ണു കാണുകയും അന്നത്തെ യഹൂദ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുകയും അതിനിഷ്ടപ്പെടാത്തതായ നീതിമാനായ യൗസേപ്പ് അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്ത രാത്രിയിൽ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട യൗസേപ്പിനോട് പറയുക, യൗസേപ്പേ, നീ നിന്റെ ഭാര്യയെ സ്വീകരിക്കണം, ഭയപ്പെടരുത് എന്ന് പറയുകയാണ്. അവൾ ദൈവാത്മാവിലത്രേ ഗർഭവതിയായതെന്നും വചനത്തിൻ്റെ പൂർത്തീകരണമെന്നും പറയുകയാണ് ചെയ്തത്. അത് അവൻ ഉറക്കത്തിൽ എണീറ്റപ്പോൾ എന്ത് ദൈവമാലാഖ പറഞ്ഞോ അതനുസരിക്കുകയാണ്. അതിൻ്റെ ഫലമോ തിരുകുടുംബത്തിൻ്റെ നാഥനായ യൗസേപ്പ് തീരുകയും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ആ പരിശുദ്ധനെ സ്മരിക്കുകയും ചെയ്യുമെന്ന് മറക്കരുതേ എന്ന് ഓർപ്പിക്കുകയാണ്. ഡോമിനോ പിസ്സയുടെ ഉടമസ്ഥനും അതിൻ്റെ സ്ഥാപകനുമായ ടോം മൊനാഗിൻ തൻ്റെ ജീവിതയാത്രയിൽ പണമുണ്ടാക്കണമെന്ന ആഗ്രഹം, പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ടു. പണമല്ല സന്തോഷമുള്ള മാർഗം, പണമല്ല ഫലപുഷ്ടമായ ജീവിതത്തിന് അർത്ഥമെന്ന് കണ്ടപ്പോൾ താൻ വെരി റെയർ സ്വീകരിച്ചതായ ബുഗാഡി എന്നതായ 8 മില്യൺ വിലയുള്ളതായ കാറ് വിറ്റ് യൂണിയൻ ക്രിസ്ത്യൻ ചർച്ചസ് കെട്ടുവാനായി കൊടുക്കൂ. മാത്രമല്ല തൻ്റെ ഡോമിന പിസ മുഴുവനായി വിറ്റ് ബില്യൺ കണക്കിന് ഡോളർ കിട്ടിയത് മുഴുവൻ മില്യനേഴ്സ് ആയിരുന്നു. പോവർട്ടി സ്വീകരിച്ചുകൊണ്ട് അവാമാരിയെ എന്ന ഫ്ലോറിഡയിലെ യൂണിവേഴ്സിറ്റിയിലും കാത്തലിക്സ് ഗ്രാൻഡ് ചർച്ചുമെല്ലാം ഉണ്ടാക്കാൻ കൊടുത്തു. ഇന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യ ജീവിതത്തിനുള്ള സന്തോഷവും അത്ഭുതകരമായ പ്രൊഡക്റ്റീവ് ലൈഫിനുള്ള മാർഗം സ്നേഹിക്കപ്പെട്ട ഒരു ഭാര്യയും ഒരു കുടുംബവും ആവശ്യമുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനമനുസരിച്ച ടോം മൊനാഗിൻ തൻ്റെ ഭാര്യ മാർക്ക് നമുക്കൊരു മാതൃകയാകട്ടെ. സെൻറ്റ് ജോസഫിനെ പോലെ നമുക്കും ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മുടെ കുടുംബവും നമ്മുടെ ദേവാലയവും നമ്മുടെ സമൂഹവും എല്ലാം സന്തോഷവും അത്ഭുതകരമായ ഫലപുഷ്ടിയുള്ളതായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലകൾ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ വചന ശുശ്രൂഷയിൽ നിന്റെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ വചനപ്രകാരം സ്വർഗീയ മാലാഖ ഇറങ്ങി വന്ന് ലോക നിയമങ്ങൾക്കപ്പുറമായി യൗസേപ്പിനെ വെളിപാട് കൊടുക്കുകയും യൗസേപ്പ് ഉറക്കത്തിൽ എണീറ്റ് കർത്താവിൻ്റെ മാലാഖ തന്നോട് പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ച് തൻ്റെ ഭാര്യയെ സ്വീകരിച്ച് തിരുകുടുംബമായി തീർന്ന പ്രകാരം ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും നാഥാ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ വചനം എന്തെന്നനുസരിച്ച് അപ്രകാരം ജീവിതം ക്രമീകരിക്കപ്പെടുകയും കുടുംബങ്ങളും തച്ചുടഞ്ഞ സമൂഹവുമെല്ലാം കർത്താവെ നിൻ്റെ നിയമത്തിൻ കീഴിൽ വന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും കുടുംബങ്ങളായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ.